ഷലോം, വെൽക്കം ഓൾ ടു വോയിസ് ഓഫ് ആ ലൈഫ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഹീബ്രു ആൽഫബറ്റ്സിൽ 13-ാമത്തെയും 14-ാമത്തെ അക്ഷരവുമായ മെയിം ആൻഡ് നൂൻ എന്ന അക്ഷരമാണ്. ഈ വീഡിയോയിൽ മെമ്മിൻ്റെയും നൂനിൻ്റെയും ചെറിയൊരു വിശദീകരണം മാത്രമാണുള്ളത്. മെയിം എന്ന അക്ഷരം ഹീബ്രുവിലെ 13-ാമത്തെ അക്ഷരമാണ്. 40 മെയിം എന്ന അക്ഷരത്തിൻ്റെ ജിയോമെട്രിക് വാല്യൂ. വെള്ളം ഒഴുകുന്നത് പോലെയാണ് മെം എന്ന അക്ഷരത്തിൻ്റെ പിക്ടോഗ്രാഫ് വരച്ചിരിക്കുന്നത്. മെം എന്ന അക്ഷരത്തിൻ്റെ അർത്ഥങ്ങൾ എന്ന് പറയുന്നത് വാട്ടർ, വെള്ളം, കയോസ് എന്ന് പറഞ്ഞാൽ അശാന്തി അല്ലെങ്കിൽ അക്രമം, പിന്നെ ബ്ലഡ് അതായത് രക്തം എന്നിവയൊക്കെയാണ്. മെം അക്ഷരം ഹീബ്രു ഭാഷയിലെ വെള്ളത്തിൻ്റെ പ്രതീകമായാണ് കാണപ്പെടുന്നത്. വെള്ളം ജീവിതത്തിന് അനിവാര്യമാണ്. അതിനാൽ ഈ അക്ഷരം ജീവൻ, ചൈതന്യം, ശുദ്ധി എന്നിവയുടെ പ്രതീകമാണ്. ആദ്യകാലത്ത് മെം എന്ന അക്ഷരത്തിൻ്റെ പിക്ടോഗ്രാഫ് ഒരു വേവ് ലൈക്ക് പിക്ചറായിരുന്നു. പിന്നെ അത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അവ പിന്നീട് മിഡിൽ ഹീബ്രു, ലേറ്റ് ഹീബ്രു, മോഡേൺ ഹീബ്രുവിലേക്ക് മാറി. അതായത് കുറച്ചും കൂടി വായിക്കാനും എഴുതാനും എളുപ്പത്തിൽ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് ആവുകയാണ് ഉണ്ടായത്. മെം എന്നത് ഹീബ്രു വാക്കായ മയം, അതായത് വെള്ളം എന്നാണ് അതിൻ്റെ അർത്ഥം, എന്നതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ്. വെള്ളം ജീവിതത്തിന് അത്യന്തം ആവശ്യമാണ്. ചിത്രത്തിൽ മെം അക്ഷരത്തിൽ നിന്നാണ് ഒരു വലിയ വെള്ളമൊഴുകി കടലിലേക്ക് പോകുന്നത് കാണിക്കുന്നത്. ഇത് ജീവിതം നിറഞ്ഞ വെള്ളത്തെയും ജീവജാലങ്ങൾക്ക് ജീവിതം നൽകുന്ന കടലിനെയും പ്രതിനിധീകരിക്കുന്നു. പല ജീവികൾക്കും വെള്ളം അത്രമേൽ പ്രധാനമാണെന്നാണ് ഈ അക്ഷരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രസവ സമയത്ത് കുഞ്ഞ് ജനിക്കുന്നത് വെള്ളത്തിൻ്റെ സഹായത്താലാണ്. ഈ വെള്ളം അമ്മയുടെ ഗർഭാശയത്തിൽ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി കാണപ്പെടുന്ന കുഞ്ഞിൻ്റെ സുരക്ഷയും വളർച്ചയും സഹായിക്കുന്ന ജലമാണ്. പ്രസവം നടക്കുമ്പോൾ ഈ വെള്ളം പുറത്തേക്ക് ഒഴുകി കുഞ്ഞ് പിറക്കാൻ വഴിയൊരുക്കും. മെയിം അക്ഷരം വെള്ളത്തിൻ്റെ ശക്തിയും ആഴവും ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിനും വളർച്ചയ്ക്കും അനിവാര്യമാണ് ജലം. ഇത് അശാന്തിയും കലഹവും ഉൾക്കൊള്ളുന്ന അതിൻ്റെ സ്വഭാവത്തോടൊപ്പം ജീവൻ്റെ തുടർച്ചയായ ശക്തിയെയും പ്രതിപാദിക്കുന്നു. ഹീബ്രു അക്ഷരമാലയിലെ 14-ാമത്തെ അക്ഷരമാണ് ന്യൂൺ. ന്യൂൺ എന്ന അക്ഷരം ഒരു മത്സ്യം പോലെയാണ് കാണപ്പെടുന്നത്. അവയുടെ പിക്ടോഗ്രാഫ് ഒരു മീൻ പോലെ, മത്സ്യം പോലെയാണ് നമുക്ക് കാണാൻ കഴിയുക. ന്യൂൺ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥങ്ങൾ എന്ന് പറയുന്നത് സീഡ്, ഫിഷ്, ലൈഫ്, കണ്ടിന്യൂ, അതായത് തുടർച്ചയായി മുന്നോട്ട് പോവുക. ന്യൂൺ അക്ഷരം വളർച്ചയുടെ പ്രതീകമാണ്. വിത്ത് പോലെ പുതിയ ജീവിതത്തിന് തുടക്കം നൽകുക, മത്സ്യം പോലെ ജലത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ജീവി, അതുപോലെ ജീവിതത്തിൻ്റെ തുടർച്ചയും വികസനവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ന്യൂൺ അക്ഷരത്തിൻ്റെ ഹീബ്രു ചരിത്രപരമായ രൂപങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഒരു ചിത്രരൂപത്തിൽ കാണാനാകും. ഒരു സ്പ്രൗട്ടിംഗ് സീഡിൻ്റെ ചിത്രം ആദ്യത്തെ പിക്ടോഗ്രാഫിന് നേരെ കാണാം. പിന്നീട് ഒരു ഫിഷിൻ്റെ രൂപവും കാണാം. അതായത് ഈ പിക്ടോഗ്രാഫ് ഏർലി ഹീബ്രുവിൽ നിന്ന് മോഡേൺ ഹീബ്രുവിലേക്കുള്ള മാറ്റങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അതിൽ ആദ്യത്തെ പിക്ചറിൽ ഒരു സീഡ്, അത് കഴിഞ്ഞ ശേഷം പിന്നീട് പല മാറ്റങ്ങൾക്ക് വിധേയമായി മോഡേൺ ഹീബ്രുവിൽ ഒരു ഫിഷിൻ്റെ പിക്ചറും കാണാവുന്നതാണ്. താഴെ ന്യൂണിൻ്റെ കുറച്ച് അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ, ഹിയർ, സൺ, ലൈഫ്. ഹിയർ എന്ന് പറഞ്ഞാൽ അനന്തരാവകാശി, അവകാശി എന്നൊക്കെയാണ്. പിന്നെ സൺ, മകൻ, ജീവിതം, ലൈഫ്. ന്യൂണിൻ്റെ പിക്ടോഗ്രാഫ് എങ്ങനെയാണ് ഒരു ഫിഷിൻ്റെ പോലെ കാണുക എന്നുള്ളതാണ് ഈ ചിത്രം നമുക്ക് മനസ്സിലാക്കി തരിക. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം ഒരു ഫിഷും അതിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ അതിൽ ന്യൂണിൻ്റെ പിക്ടോഗ്രാഫ് നമുക്ക് കാണാം. ന്യൂൺ എന്നത് ഹീബ്രു വാക്കായ ന്യൂൺ എന്ന പദത്തിൽ നിന്നാണ് വന്നത്. ന്യൂണിൻ്റെ വേറെ അർത്ഥങ്ങളെന്ന് പറയുന്നതാണ് പ്രൊപ്പഗേറ്റ്, ഇൻക്രീസ് എന്നൊക്കെ. പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക, പ്രചരിക്കുക എന്നൊക്കെയാണ്. ഇൻക്രീസ് വളരുക. അതെന്തുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ മീൻ സമുദ്രത്തിൽ കുറേ സംഖ്യയിൽ ജനിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതുപോലെ ന്യൂൺ എന്ന അക്ഷരം വളർച്ചയും വ്യാപനവുമാണ് പ്രതികരിക്കുന്നത്. അതാണ് ഈ പ്രൊപ്പഗേറ്റ്, ഇൻക്രീസ് എന്നുള്ള മീനിങ് വരാൻ കാരണം. ന്യൂൺ അക്ഷരം ജീവൻ്റെ വളർച്ചയും
അവയുടെ വർധനവും മത്സ്യം പോലെ ജലത്തിൽ അനേകം പുതിയ ജീവികൾ ജനിക്കുന്നതിൻ്റെ പ്രതീകവുമാണ്. ഇപ്പോൾ നമ്മൾ ഹീബ്രു അക്ഷരങ്ങളിലെ 13-ാമത്തെയും 14-ാമത്തെയും അക്ഷരമായ മേമും ന്യൂനും അവയുടെ രൂപങ്ങളും അർത്ഥങ്ങളും മൂല്യങ്ങളും പഠിച്ചു. ഈ അക്ഷരങ്ങളെ ജീവിതത്തിൽ വളർച്ചയും തുടർച്ചയും പ്രതികരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത പാർട്ടിൽ ബാക്കി അക്ഷരങ്ങളും കൂടി അവയുടെ അർത്ഥങ്ങളും ആഴങ്ങളും പഠിക്കാനുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഷലോം ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.